പല പരീക്ഷകളിലും ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങി പാസ്സായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ അവസാനം ഏത് തലത്തിൽ ഒരുപക്ഷെ നല്ല ഒരു ജോലി അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ നല്ല ജോലിയിൽ അവർ സമീപിച്ചാൽ നമുക്ക് പല IAS ഓഫീസേഴ്സിനെ വരെ നമുക്കറിയാം. ഇവർ ഈ തരത്തിൽ ഏറ്റവും നല്ല റാങ്കോടുകൂടി IASലേക്ക് എത്തിപ്പെട്ടാൽ അവരുടെ ജോലിയിൽ അവർ ഒരിക്കലും ശോഭിക്കാറില്ല. ഇവർ ഒരുപക്ഷെ നല്ല എഴുത്തുകാരായി ചിലപ്പോൾ മാറിയേക്കാം, ഇവർ നല്ല പ്രഭാഷകരായി മാറിയേക്കാം. കാരണം ഇന്നലെ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇവർക്ക് നന്നായിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഇവർക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരവിടുന്ന് പലപ്പോഴും ഒളിച്ചോടി പോകുന്നതാണ് കാണുന്നത്. അവരൊരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് അതിന് സിമ്പിളായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ അവരെക്കൊണ്ട് കഴിയാറില്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം അവർ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. വിദ്യാഭ്യാസത്തിൽ വേറുന്നുണ്ട് മനസ്സിലാക്കേണ്ടതല്ല എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയത്തിലും ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതല്ല. പക്ഷേ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അടിസ്ഥാനമായി ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കണക്കിൽ കൂട്ടണം, ഗുണിക്കണം, ഹരിക്കണം, കുറയ്ക്കണം എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിന് ഏത് തരത്തിലാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന 4 വാക്യങ്ങളെങ്കിലും നമ്മൾ അവരെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഉപദേശം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഒരു നല്ല ഒരാളെ മോൾഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ അനുഭവം കൊണ്ട് മാത്രം ആ ജീവിതത്തിൽ അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പണം ഇവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചിലവാക്കാൻ പോകുന്ന ഒരു വലിയ ഫീസിനേക്കാളും വളരെ കുറവായിരിക്കാം. നമ്മൾ ഒരു വലിയ ഫീസ് കൊടുത്ത് ഒരു വലിയ കോഴ്സിനെ വിട്ട് നമ്മൾ ഇവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിലും വളരെ വലുതായിരിക്കാം ചിലപ്പോൾ ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങി വരുത്തുന്ന നഷ്ടം. കാരണം ആ നഷ്ടം അവരെ സ്വയം ചിന്തിക്കാനും സ്വയം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിക്കാനും അല്ലെങ്കിൽ നാളെ ആവശ്യമുള്ള വിജ്ഞാനം എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിക്കാനും ഒക്കെ ഇവരെ സഹായിക്കുന്നു. വിദ്യാഭ്യാസം തീരെ കുറവുള്ള വളരെയധികം ആളുകൾ വലിയ വ്യവസായികളും വലിയ നേതാക്കന്മാരുമായിട്ടുണ്ട്.